ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സാഗു ചെറുപയറും കൂടെ പായസം വെക്കുന്നൊരു വീഡിയോ ആണ്. ഇപ്പോൾ വൈകുന്നേരം പരിപാടിയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളാണ് ഇതിൽ കാണിക്കുന്നത്. അങ്ങനെ പിന്നെ സാഗും ചെറുപയറും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ട് 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. അതിനുശേഷം തേങ്ങ ചിരകിയത് മിക്സിയിലിട്ട് പാലെടുക്കണം. ഇപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് കുക്കറൊന്ന് മൂടി തുറന്നപ്പോൾ നല്ല തിളച്ച് സാധനം നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, സുഹറ മറിയം എന്നാണ്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം തേങ്ങാക്കൊത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. അതിന് ശേഷം ചട്ടി ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിൽ കഴുകി അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. അതിനുശേഷം രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഒന്നാം പാൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചെറുപയറും സാഗവും കൂടി ഇട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് പണി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്തൊന്ന് പോവാൻ വിചാരിച്ച്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാടം കാണിക്കാനും തോട് കാണിക്കാനൊക്കെയാണ് പോകുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറേ ആയി അവിടെയൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട്. ഇപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ തോട്ടിലൊക്കെ വെള്ളമായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാൻ വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് ഒരു എടായിയാണ് കേട്ടോ. ഈ എടായിക്കാണ് ഞങ്ങൾ പാടത്തേക്ക് പോയിരുന്നത്. പക്ഷെ ഇപ്പം അതിലൂടെ ആരും നടക്കില്ല. പിന്നെ ഞങ്ങൾ പാടത്തെത്തിയിട്ടുണ്ട്. ഇതാണ് തോട്. ഈ വരമ്പത്ത് കൂടെയാണ് ഞങ്ങൾ നടക്കുക. ഇപ്പോൾ സ്കൂൾക്കൊക്കെ പോയിരുന്നത് ഇതിലൂടെയായിരുന്നു. പിന്നെ ഈ ചെറുതായിട്ട് കാണുന്ന തോട് ഒരു എടായിന്ന് വരുന്ന വെള്ളത്തിൻ്റെ തോടാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കമ്പി എടായി, മില്ലെടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എടായികളൊക്കെ ഉണ്ട്. ആ ഇടവഴിയിലൂടെയാണ് ഞങ്ങൾ വരാറ്. പിന്നെ ഇത് ആണ് അപ്പുറത്തെ സൈഡിലേക്ക് കടക്കാനുള്ള പാലം. മുമ്പ് മരത്തിൻ്റെ പാലമായിരുന്നു കേട്ടോ. അങ്ങനെ കമ്പിയായിട്ട് വെച്ചിട്ട് അത് പൊട്ടിച്ചാടുമോ എന്നുള്ള പേടിയോടെ ആയിരുന്നു അപ്പുറത്തെ സൈഡിലേക്ക് കടന്നിരുന്നത്. അങ്ങനെ ഇതിലൂടെ ഞങ്ങൾ സ്കൂൾക്ക് പോയിരുന്ന വഴിയാണ് ഇതൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.